ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണി മരിച്ച സംഭവത്തിൽ കടുത്ത ആരോപണവുമായി കുടുംബം രംഗത്ത്. തൃത്താല മേഴത്തൂർ കുളങ്ങര വീട്ടിൽ നിസാർ ബാഷയുടെ ഭാര്യ 29-കാരി നൌഷിജ മരിച്ച സംഭവത്തിലാണ് ചികിത്സാ പിഴവെന്ന് ബന്ധുക്കളുടെ പരാതി. അമ്മയും കുഞ്ഞും മരിച്ചതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും സഹോദരി പറഞ്ഞു. നൌഷിജ അഡ്മിറ്റായി 5-ാം ദിവസം കുഴഞ്ഞു വീണ് അമ്മയും കുഞ്ഞും മരിക്കുകയായിരുന്നു. സംഭവത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായെന്നാണ് നൌഷിജയുടെ സഹോദരി പറഞ്ഞു. ദിവസങ്ങളോളം അഡ്മിറ്റ് ചെയ്തിട്ടും 2 ജീവനുകൾ നഷ്ടപ്പെട്ടെന്ന് കുടുംബം ആരോപിച്ചു. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. എന്തിനാണ് താത്താൻ ഇങ്ങനെ ചോദിച്ചപ്പോ അത് ഞാൻ ഫസ്റ്റ് പോയത് ഒപിയിൽ പോയി. ഒപി ചോദിച്ചപ്പോ ഡോക്ടർ ഇല്ല പറഞ്ഞു. പിന്നെ കാഷ്വാലിറ്റി ചോദിച്ചപ്പോ അവിടെ സെക്യൂരിറ്റി പറഞ്ഞ് ഡോക്ടർ ഇന്ന് ലീവാണ് പറഞ്ഞു. എന്റെ കണ്ടീഷൻ വെച്ചപ്പോ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി പോകുന്നുണ്ട്. ലീവാണ് പറഞ്ഞു. ഞാൻ നേരെ ലേബർ റൂം പോയി നോക്കിയപ്പോ ഡോക്ടർ രാധാ മാഡം ഉണ്ട്, മിനി ഡോക്ടറുണ്ട്, 4-5 സിസ്റ്റർമാരുണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കണം. അവരിന്ന് ചർച്ച ചെയ്യണേ ഞാൻ അടുത്ത ആരിനെ കൊല്ലാന്ന്. എന്നിട്ട് അവർ ഡോക്ടർ ഇല്ല. ഞാൻ ആ ഡോക്ടറെ ചോദിച്ച ഡോക്ടർ ഒരക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിയില്ല. ഒരക്ഷരം പോലെ എൻ്റെ അടുത്ത് മിണ്ടില്ല. അവർക്ക് മറുപടി ഇല്ല. തന്നെ കൊന്നില്ലേ, ഇനി അവർക്ക് എന്താ മറുപടി ഇല്ലത് ഒന്നും അവർക്ക് പറയാനില്ല. യുവതിക്ക് പ്രസവ വേദന വന്നില്ലെന്നാണ് ഡോക്ടർമാർ കുടുംബത്തോട് പറഞ്ഞത്. അതേസമയം വേദന കൊണ്ട് പുളയുന്ന നൌഷിജയുടെ ദൃശ്യങ്ങളും സഹോദരി പുറത്തുവിട്ടു. അത്രയും ദിവസം എന്നിട്ട് എന്താ DM എന്താ പറഞ്ഞത്, വേദന വന്നിട്ടില്ല, പെയിന് വന്നിട്ടില്ല. പെയിന് വന്നിട്ട് അത്രയും ദിവസം എന്റെ താത്ത വേദന സഹിക്കുന്ന വീഡിയോ ഞാൻ ഓർമ്മക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. അതൊരു തെളിവായി തരട്ടെ. എന്റെ പിറ്റേ ദിവസം 17-ാം തീയതി അവർ ഉള്ളു പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിന് വന്ന വീഡിയോ ആണ്. അതിന് ശേഷം അത് വേദന സഹിച്ചുകൊണ്ടിരിക്കണ്ടേ. അതിന് ശേഷം പിന്നെ 19-ാം തീയതി അവര് ഇതിന് മരുന്ന് വെച്ചിട്ട് ഉള്ളിൽ ട്യൂബിട്ട് മരുന്ന് വെച്ചിട്ട് അത് വേദന വന്നിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ആ മക്കള് ചോദിച്ച് കരയുന്ന കാണണ്ടേ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശത്തിൽ കയറിയതിനെ തുടർന്നാണ് മരണമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണവും കുടുംബം തള്ളി. എന്റെ താത്താൻ എന്തായാലും കിട്ടില്ല. പക്ഷെ ഇനി ഇതുപോലെ ആർക്കും ഉണ്ടാവരുത്. അവർക്ക് പറ്റിക്ക് പറയാതെ ഞങ്ങൾ ഓപ്പറേഷന് റെഡിയാണ്, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. രാത്രി 11 മണി മുതൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞു. അവര് 19-ാം തീയതി രാത്രി വന്നിട്ട് പറഞ്ഞു ഡ്രസ്സ് ഇങ്ങനെ ഷർട്ടും കൊണ്ട് വാങ്ങിച്ചു വെച്ച് 12 മണിക്ക് മുതൽ ഭക്ഷണം കൊടുക്കരുത്. ഞാൻ അലാറം വെച്ച് എണീച്ചു. 11 മണിക്ക് എണീച്ചിട്ട് ഭക്ഷണം കൊടുത്തു. ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാത്ത രാവിലെ തൈറോയിഡിന്റെ ഗുളിക മാത്രം കഴിക്കാനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ രാവിലെ പിറ്റേ ദിവസം 2ാമത്തെ നോമ്പാണ്. നോമ്പെടുത്ത് അത്താഴം കഴിച്ച് എണീച്ചിട്ട് അതും കൊടുത്തു. തൈറോയിഡിന്റെ ഗുളികത്തിന്റെ വെള്ളം മാത്രം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. അപ്പത്തെ അവർ വന്ന് വിളിച്ചു. 5 മണിയായപ്പോ അവർ വന്ന് വിളിച്ചു മരുന്ന് വെക്കാൻ പറഞ്ഞിട്ട്. 9 ആയപ്പോ ഡോക്ടർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. 9 ആയപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ നോക്കി, പെയിന് വരുന്ന കാണാനില്ല, വികസനം വരുന്ന കാണാനില്ല. ഇത് നമുക്ക് ഇനി മറ്റേ രാധാമേട്ടൻ ഉണ്ടാവും. ഞാൻ എന്തായാലും പോകുകയാണ്, എനിക്ക് അച്ഛനെ ഡോക്ടറെ കാണിക്കാണ്ടെന്ന് പറഞ്ഞു. പ്രസവത്തിനായി 16-നാണ് യുവതിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്ത ശേഷം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രസവം നടന്നില്ല. വ്യാഴാഴ്ചയോടെ യുവതിക്ക് കഠിനമായ വേദനയും ബ്ലീഡിങ്ങും അനുഭവപ്പെട്ടെങ്കിലും നോക്കാമെന്ന മറുപടിയാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് 20-ാം തീയതി പുലർച്ചെ യുവതിക്ക് അമിത ക്ഷീണവും വേദനയും അനുഭവപ്പെട്ടു. ഇതിനിടെ യുവതി കുഴഞ്ഞു വീഴുകയും ഹൃദയാഘാതം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് മരണം സംഭവിച്ചുവെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞതായും സഹോദരി വെളിപ്പെടുത്തി. അങ്ങനെ ടെൻഷനായിട്ട് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് അവരപ്പത്തിനും ഡോക്ടർ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പത്തിന് 3/4 മണിക്കൂറായി ഡോക്ടർ വന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞു. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു തൃശ്ശൂർക്ക് കൊണ്ടുപോകട്ടെ, താത്താക്ക് ബോധം പോയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, തൃശ്ശൂർക്ക് കൊണ്ടുപോകട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ പറയുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ ഇക്കാനെ വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ അവര് വേഗം കയറ്റി. എന്നിട്ട് കയറി ഞങ്ങൾ ആംബുലൻസ് കയറുമ്പോൾ താത്താക്ക് കയറ്റിയതിന് ശേഷം അവര് CPR കൊടുക്കണം, ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെ തല കുനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ ഇങ്ങനെ തല കുനിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട്
അവര് CPR കൊടുത്തുകൊണ്ട് അവിടെ എത്തുന്നവരെ CPR കൊടുത്തു, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയതിന് ശേഷം PK നഴ്സിൽ എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു ഒരു 10 മണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവരക്ഷിക്കായിരുന്നു. നേരം വൈകി പോയി, ഹാർട്ട് ബീറ്റ് നിന്ന് പോയിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്ത് ഞാന് സാധാരണ കുട്ടി 2 മക്കളും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഡോക്ടർ മിനി ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണ് ഹാർട്ട് ബീറ്റ് നിന്ന് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു വിട്ടാ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് നിന്നോ ഞാൻ ചോദിച്ചു. അപ്പൊ അതെന്താണ് അങ്ങനെ നിൽക്കാൻ കാരണം ഞാൻ പറഞ്ഞപ്പോ അവർ രണ്ടാളുടെ ഹാർട്ട് ബീറ്റ് പട്ടാമ്പി ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ കയറ്റുമ്പോ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ അവരങ്ങോട്ട് കൊണ്ടുപോയത്? മരണശേഷം ചികിത്സാ രേഖകൾ പോലീസിന് കൈമാറുന്നതിൽ താലൂക്ക് ആശുപത്രി അധികൃതർ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. അതിന്റെ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ചികിത്സിച്ചതിന്റെ രേഖയും കാര്യങ്ങളും ഒന്നും അവിടെ ആശുപത്രി അവിടെയും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായില്ല. പിന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ച PK ദാസിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസുകാരെ പറഞ്ഞു ഇതിന്റെ കടലാസ് വേണം പറഞ്ഞു. അതെന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി ഇതിൻ്റെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠനെയാണ് പറഞ്ഞയച്ചാണ്. അത് പറഞ്ഞയച്ച് നോക്കുമ്പോൾ അവർ 10-ാം തീയതി വരെക്കുള്ളത് കൊടുത്തയച്ചു. തിങ്കളാഴ്ച അഡ്മിറ്റ് ആക്കിയത് മുതൽ വെള്ളിയാഴ്ച വരെയുള്ള പേപ്പറൊന്നും അവർ തന്നയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഇടപെട്ട് എന്നിട്ട് ഞങ്ങളവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോലീസ് സർജൻ്റെ മുമ്പാകെ ഇവർ കൊടുത്ത വെള്ള പേപ്പറിൽ ജസ്റ്റ് എഴുതിയിട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് 2-ാം പ്രാവശ്യം പിന്നെ ബോഡി മോർച്ചറിയിൽ അവിടെ സൂക്ഷിച്ചതിന് ശേഷം ഇവിടെ CSRമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ വന്ന് ആശുപത്രിയിൽ വാങ്ങിയിട്ടാണ് ഈ പേപ്പർ കൊടുക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.